ആ വെടിശാലയുടെ അതിൽ അങ്ങോട്ട് കിടക്കാം നമുക്ക്. പിന്നെ അപ്പൊ അവളെ ഒന്ന് കാണുകയും ചെയ്യാലോ നമുക്ക്. അതെ ഇന്നൊക്കെ നേരത്തെ എത്തണോട്ടാ. എന്താടാ എന്റെ അപ്പം ഞെത്ത നേരത്തെ എത്താനായിട്ട്? ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് ആശാന്റിക്കുന്ന ഈ കൊല്ലം പറഞ്ഞ മന്തിയായിട്ട് ആശാന്റിക്കുന്ന കേൾക്കാൻ നിൽക്കണം. വല്ല കാര്യമുണ്ടാ ആശാനെ? ന്യൂ ഇയർ ആയിട്ട് നൈസായിട്ട് തന്നൊക്കെ വിളിച്ചല്ലേ? ന്യൂ ഇയർ ആയിട്ട് ശീലം മാറ്റാൻ പറ്റോടാ? ഒരു രസം ഉണ്ടാക്കി തരാട്ടാ, ഒരു മിനിറ്റ്. ഹലോ, ഇവിടെ ഇവിടെ രാവിലെ തന്നെ എല്ലാവരും ഉണ്ടല്ലോ. പണിക്കന്മാരെ വല്ലവരും ചത്താ? എനിക്കറിയാൻ പറ്റില്ല ചോദിക്കുക. എല്ലാ ദിവസവും രാവിലെ നീ ഇടിച്ചറി വരുന്നത് എന്തിനാ? ചുമ്മാ ഒരു രസം, അയൽവക്കൊക്കെ അല്ലേ. അയലൊക്കെന്ന് പറഞ്ഞിട്ട് ഒരു മര്യാദയില്ലേ? രണ്ടു നേരം കയറി വന്ന് ചുമ്മാ അനാവശ്യം പറയുക. അതിനാർക്കും വലിയൊരു നഷ്ടമുണ്ടല്ലോ. നഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു അന്യന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ അനാവശ്യം പറയുക, അതൊന്നും അത്ര ശരിയായ കാര്യമല്ല. ഇതിപ്പോ അന്യന്റെ വീടൊന്നും അല്ലല്ലോ പോയത്. അല്ല, ഞാൻ അറിയാൻ പറ്റില്ല ചോദിക്കുക. താൻ എന്ത് ബന്ധമൊന്നും പറഞ്ഞോണ്ടാ എന്നും ഇങ്ങനെ കയറി ഇറങ്ങുന്നത്? ഇതെന്റെ അച്ഛന്റെ വീടാണോ? അച്ഛന്റെ വീടോ? ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ ഒന്നാം തരം പണിക്കനാ. ആ വെറും ഒരു ആശാരിയെ കിട്ടൂ. എന്റെ അമ്മ ആശാരി ചെയ്യണോ? അതിന് ഞാനെന്ത് പഠിച്ചു? ഇവിടുത്തെ പണിക്കനാശാനേ എന്റെ അമ്മ കല്യാണി ഉണ്ട്. കല്യാണി ആശാരിച്ചില്ല ആദ്യം കവടി എത്തിയത്. താൻ പോയേ, താനേ ഇപ്പൊ പോയി. ആശാനെ വാ പോവാ ആശാനെ. എത്ര ദൂരം പോണം? 2 ബസ് മാറി കയറി പോണം. വന്നേ. പോയിട്ട് ഇപ്പൊ എന്താ കാര്യം? അന്ത്യാവുന്ന വരെ ഉള്ളി പിടിച്ചാൽ കിട്ടുന്ന കാശ് ആകെ 850 രൂപ. ഈ തെണ്ടികൾ നോക്കിയാൽ വെറുതെ ഇരുന്നിട്ട് 10,000 20,000 ഒക്കെയാ ഉണ്ടാക്കണ്. പിന്നെ എന്തുട്ട് കഥയെ പറയണ് ഇങ്ങനൊക്കെ. അതിന് നിനക്കെന്താടാ? പോടാ പോടാ പോടാന്നാ അത് പറയാ. നീ ആരടാ? ഞാൻ ആരാന്നറിഞ്ഞാലേ നീ പോവോ? സമയം നോക്കാൻ വന്നാ നീ? എന്നാ നീ തൽക്കാലം സമയം നോക്കണ്ട. നിന്റെ സമയം ഞാൻ പറയാം. നിന്റെ സമയം വളരെ മോശടാ. നിനക്ക് വളരെ മോശക്കാലാ, മനസ്സിലായില്ലേ? അത് പറയാൻ നീ ആരോടാ? പട്ടി പൊട്ടിന്നോ പലടി പോണ നീ എന്നെങ്ങനെ? മോത്ത് നീരുണ്ടോ മോനെ? കടിപ്പുണ്ട് ചേച്ചി, നല്ല പെടല് കിട്ടിയത്. വാസേട്ടാ വാസേട്ടാ വാസേട്ടാ